വെൽക്കം ബാക്ക് പ്രേക്ഷകർ. അവിടെ വാടാനപ്പള്ളിയിലെ അവിടെ സംഘർഷം തുടരുകയാണ്. വാടാനപ്പള്ളിയിൽ സംഘർഷം തുടരുന്നു. ദേവൻ BJP നേതാവ് നടൻ ദേവൻ അവിടെ ഉണ്ട്. അവിടെ മുദ്രാവാക്യം വിളിയൊക്കെ കാര്യം കുറച്ച് പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ട്. അവിടെ BJPയുടെ കിറ്റ് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP വിതരണം ചെയ്യുന്ന കിറ്റ് അത് തടഞ്ഞു LDFും UDFും. അതാണ് അവിടെ പ്രശ്നം. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടോ? ആഷ്മി, വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ BJPയുടെ നേതാവായ ദേവൻ, അതുപോലെ തന്നെ BJPയുടെ നേതാവായ സുജയ് സേൻ അടക്കമുള്ള ആളുകൾ ഈ വീടിന്റെ മുകളിലെ ഒരു ബാൽക്കണിയിൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ശ്രമം നടത്തി. പോലീസുകാർ ഒരു ഘട്ടത്തിൽ പോലും ഈ മേഖലയിലേക്ക് വരരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് വീടിന്റെ മുകളിലേക്ക് കയറി പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നത്. ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നതാണ് ദേവൻ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. UDF പ്രവർത്തകർ അദ്ദേഹം കളിയാക്കുന്നുമുണ്ട്, UDF പ്രവർത്തകർക്ക് നേരെ ആംഗ്യം കാണിക്കുന്നുമുണ്ട്. എന്നാലും മുദ്രാവാക്യം വിളികളുമായി ഈ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. ഒരു ഭാഗത്ത് TN പ്രതാപൻ ഇവരെ അറസ്റ്റ് ചെയ്യാതെ തങ്ങൾ പുറത്തു മാറില്ല എന്നൊരു നിലപാടിലേക്ക് TN പ്രതാപൻ എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ദേവനടക്കമുള്ള നേതാക്കൾ മുകളിൽ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ കിറ്റ് തങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് BJP ആവർത്തിക്കുന്നു. ഒരു ഭാഗത്ത് റിട്ടേണിംഗ് ഓഫീസർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും മറ്റ് എന്തെങ്കിലും പിടിച്ചെടുത്തോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. 15,000-ഓളം കിറ്റുകൾ ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം. LDF പ്രവർത്തകരായിരുന്നു ആദ്യം വലിയ പ്രതിഷേധമായി എത്തിയത്. അതിനുശേഷം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ CN രവീന്ദ്രനാഥ് എത്തി. പക്ഷേ അദ്ദേഹം തന്നെ ആ മേഖലയിൽ നിന്ന് പ്രൊഫസർ CN രവീന്ദ്രനാഥ് മടങ്ങിപ്പോയി. LDF പ്രവർത്തകരും ആ മേഖലയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇത് ചർച്ചയാക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുമ്പ് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഈ മേഖലയിൽ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. ഇവിടെ തന്നെ തുടരുകയാണ്. ദേവനും അതുപോലെ തന്നെ BJP നേതാക്കളും ഈ വീടിനകത്തുള്ള BJP നേതാക്കളും അവിടെ മട്ടുപ്പാവിൽ തന്നെ തുടരുകയാണ്. ആ ബാൽക്കണിയിൽ നിന്ന് പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് UDF പ്രവർത്തകർക്ക് നേരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ള ആംഗ്യവും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.